ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ 10.50 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡെസിമൽ പോയിന്റ്. അപ്പൊ ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സിന് നമ്മൾ ഡെസിമൽ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസസ് എന്നാണ് പറയാ. ഇത് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സ്. ഇതിന്റെ തൊട്ടിപ്പുറത്തുള്ളവരോ ഇത് ഹോൾ നമ്പർ ആണ് അല്ലെ? 10 എന്ന് നമ്മൾ അങ്ങനെ തന്നെയാ വായിക്കുക. പക്ഷെ പിന്നെ ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് വായിക്കുമ്പോ 10.50, ഇനി 11.21, 101.06. കണ്ടോ, ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് ആണ് നമ്മുടെ ഡെസിമൽ പോയിന്റ്. ഇനി ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ്സിന് പ്ലേസ് വാല്യൂ വരുന്നത് ഡിഫറെന്റ് വേയിലായിരിക്കും. അപ്പൊ പ്ലേസ് വാല്യൂ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ 253 എന്ന് എഴുതി കഴിഞ്ഞാൽ 3 ഇരിക്കുന്നത് വൺസ് പ്ലേസിലാണ്, 5 ഇരിക്കുന്നത് ടെൻസ് പ്ലേസിലാണ്, 2 ഇരിക്കുന്നത് ഹൺഡ്രഡ്സ് പ്ലേസിലാണ്. ഇത് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഇനി 253 കഴിഞ്ഞിട്ട് ഞാൻ പോയിന്റ് ഇട്ടിട്ട് ഒരു 69 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 6 ഇരിക്കുന്നത് ടെൻസ് പ്ലേസിലാണ്. 1/10 അല്ലെങ്കിൽ 1/10 അതിന് പറയുന്നത് ടെൻസ് പ്ലേസ് എന്നാണ്. കണ്ടോ, TENTHS, ടെൻസ് പ്ലേസ് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ 9 ഇരിക്കുന്നത് 1/100th പ്ലേസിലാണ്. അതിന് പറയുന്നത് ഹൺഡ്രഡ്സ് പ്ലേസ് എന്നാണ്. അത് കഴിഞ്ഞ് ഇനി പോയിന്റ് കഴിഞ്ഞ് 6, 9 കഴിഞ്ഞിട്ട് ഒരു നമ്പറും കൂടി ഉണ്ടെന്ന് വിചാരിച്ചു, സപ്പോസ് 7. ഈ 7 ഇരിക്കുന്നത് ഏതാണ് ഡെസിമൽ അല്ലെങ്കിൽ ഏതാണ് പ്ലേസ് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഇരിക്കുന്ന പ്ലേസ് തൗസൻഡ്സ് പ്ലേസ് ആണ്. 1/1000 ആണ് അവിടുത്തെ വാല്യൂ വരുന്നത്. അപ്പൊ അതിന് വായിക്കുന്നത് തൗസൻഡ്സ് പ്ലേസ് എന്നാണ്. അപ്പൊ ഇതാ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 247.3 അതിലെ ഹൺഡ്രഡ്സ് പ്ലേസിൽ ഏത് ഡിജിറ്റ് ആണ്, ടെൻസ് പ്ലേസിൽ ആരാണ്, വൺസ് പ്ലേസിൽ ആരാണ്, പിന്നെ ഇതിന് 1/10 അതായത് ടെൻസ് പ്ലേസിൽ ആരാണ്, ഹൺഡ്രഡ്സ് പ്ലേസിൽ ആരാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇതില് 247 എന്ന് പറയുമ്പോൾ 2 ആണല്ലേ, ഹൺഡ്രഡ്സ് പ്ലേസിലുണ്ട്. 4 ഇരിക്കുന്നത് ടെൻസ് പ്ലേസിലുണ്ട്. 7 വൺസ് പ്ലേസിലുണ്ട്. 3 ഇരിക്കുന്നത് ടെൻസ് പ്ലേസിലാണ്. ഹൺഡ്രഡ്സ് പ്ലേസിൽ ആരും ഇല്ല, വേണമെങ്കിൽ 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി 247 എന്ന് പറയുമ്പോൾ 2 ഇരിക്കുന്നത് ഹൺഡ്രഡ്സ് പ്ലേസിലാണ്. 4 ഇരിക്കുന്നത് ഇവിടെ തന്നെ. 7 ഉണ്ട് അല്ലെ, മുമ്പത്തെ അതേപോലെ തന്നെയാ. ആൻഡ് ടെൻസ് പ്ലേസിൽ 3 ഉണ്ട്. ഹൺഡ്രഡ്സ് പ്ലേസിൽ ഇരിക്കുന്നത് 9 ആണ്. ഇനി വേറൊരു നമ്പർ 36.09 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഹൺഡ്രഡ്സ് പ്ലേസ് ആണ് ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൺഡ്രഡ്സ് പ്ലേസിൽ ഇപ്പൊ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് 0 എന്ന് കൊടുക്കാം. ഈ 3 ഇരിക്കുന്നത് ടെൻസ് പ്ലേസിലല്ലേ, ഈ ഡെസിമൽ കഴിഞ്ഞ് ലെഫ്റ്റിലോട്ടാണ് അല്ലേ, വൺസ് ടെൻസ്. അപ്പൊ 3 ഇരിക്കുന്നത് ടെൻസ് പ്ലേസിലാണ്. 6 ഇരിക്കുന്നത് വൺസ് പ്ലേസിലാണ്. 1/10 അല്ലെങ്കിൽ ടെൻസ് പ്ലേസിൽ ഇരിക്കുന്നത് 0 ആൻഡ് 100 പ്ലേസിൽ ഇരിക്കുന്നത് 9. ഇനി 5.01 ആണെന്ന് വിചാരിച്ചോ. 5 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൺഡ്രഡ്സ് ഇല്ല അല്ലെ, 5 ഇരിക്കുന്നത് വൺസ് പ്ലേസിലല്ലേ. 5.01 എന്ന് പറയുമ്പോൾ ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഇത് വൺസ് പ്ലേസ്, പിന്നെ 10th, പിന്നെ 100, അങ്ങനെയാ പോകുന്നത്. പക്ഷെ ഇവിടെ 5 ഇരിക്കുന്നത് വൺസ് പ്ലേസിലാണ്, ഇവിടെയാണ്. ഇപ്പൊ ഈ രണ്ട് പൊസിഷൻസിലും 0 കൊടുക്കാം. ഇനി 1/10 എന്ന് പറയുന്നത് ഇവിടെ 0 ആണല്ലേ കിടക്കുന്നത്. ഡെസിമൽ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ആള് 0 ആണ്. 1 ഇരിക്കുന്നത് 1/100 പ്ലേസിലാണ്. ഈ ക്വസ്റ്റ്യനിലും സ്പ്ലിറ്റ് നമ്പേഴ്സ് ബിലോ അക്കോർഡിംഗ് ടു പ്ലേസ് വാല്യൂ. ഇപ്പൊ പ്ലേസ് വാല്യൂന്റെ ഒരു ചാർട്ട് ഒക്കെ തന്നിട്ടുണ്ട്, നമ്മളത് ഫില്ല് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ 4.5 എന്നാണ്. 4.5. അപ്പൊ 4 നമുക്കറിയാം ഡെസിമൽ കഴിഞ്ഞ് തൊട്ട് ഇപ്പുറത്താണ് അല്ലെ, അത് വൺസ് പ്ലേസിലാണ് അല്ലെ. 4 ആണ്, 40 അല്ലല്ലോ, 4 ആണ്. അപ്പൊ ആ 4 ഇവിടെ ആയിരിക്കുന്നത്. ഈ രണ്ട് പ്ലേസും വേക്കന്റ് ആണ്, നമുക്ക് 0 കൊടുക്കാം. ഡെസിമൽ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് 5 എന്ന് പറഞ്ഞാൽ അത് ടെൻസ്, 1/10 പ്ലേസിലാണ് 5 ഇരിക്കുന്നത്. ബാക്കി രണ്ട് പ്ലേസും വേക്കന്റ് ആണ്. പിന്നെ തന്നിരിക്കുന്നത് 4.57 ആണ്. ഇതിൽ 4 വൺസ് പ്ലേസിലുണ്ട്, 5 മുമ്പത്തെ പോലെ തന്നെ 1/10ലുണ്ട്. 7 ഇരിക്കുന്നത് 1/100ലാണ്. വേറെ ആരും ഇല്ല, അവിടെയൊക്കെ നമുക്ക് 0 കൊടുക്കാം. ഇനി അടുത്തത് തന്നിരിക്കുന്നത് 4.572 എന്നാണ്. അപ്പം ഇതും 4 പോയിന്റ് എന്നല്ലേ, 4 ഇപ്പോഴും വൺസ് പ്ലേസിലാണ്. 5 ഇരിക്കുന്നത് 1/10ലും, 7 ഇരിക്കുന്നത് 1/100ലും, 2 ഇരിക്കുന്നത് 1/1000ലുമാണ്. ഓക്കെ, തൗസൻഡ്സ് പ്ലേസിലുണ്ട്. പക്ഷെ ഹൺഡ്രഡ്സ് പ്ലേസിലും ആരും ഇല്ല, ടെൻസ് പ്ലേസിലും ആരും ഇല്ല, അവിടെ 0 കൊടുക്കാം. ഇനി ഫോർത്ത് വൺ വന്നിരിക്കുന്നത് 45.72 എന്നാണ്.
അപ്പൊ 40 അപ്പൊ 4 ഇരിക്കുന്നത് ടെൻസ് പ്ലേസിലല്ലേ 4 ഇത് കണ്ടോ വൺസ് ടെൻസ് അപ്പൊ 4 ഇരിക്കുന്നത് ടെൻസില് 5 ഇരിക്കുന്നത് വൺസില് 7 എവിടെയാ 1/10 2 ഇരിക്കുന്നത് 1/100 ബാക്കി പ്ലേസസ് എല്ലാം വേക്കന്റ് ആണ് 0 കൊടുക്കാം അവസാനം വന്നിരിക്കുന്നത് 457.2 എന്നാണ് 457 7 വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് അപ്പൊ 4 ഇരിക്കുന്നത് ഹൺഡ്രഡ്സ് പ്ലേസിലാണ് പിന്നെ 5 ഉണ്ട് 7 ഉണ്ട് അല്ലെ 5 ടെൻസില് 7 വൺസില് പിന്നെ 2 ഇരിക്കുന്നത് 1/10 പ്ലേസില് ബാക്കി പ്ലേസുകൾ വേക്കന്റ് ആണ് 0 കൊടുക്കുക ഇനി നമുക്ക് ഡിവിഷൻ ബൈ 10 ഡിവിഷൻ ബൈ 100 ഒക്കെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ഒരു നമ്പർ 237 ആണെന്ന് വിചാരിച്ചു ഡിവൈഡ് ബൈ 10 അപ്പൊ നമ്മൾ 237 എന്നുള്ളത് എഴുതുമ്പോഴും ആക്ച്വലി ഇതിനകത്ത് ഡെസിമൽ പോയിന്റ് കാണാനില്ല ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട് നമ്മൾ ആരും അത് എഴുതത്തില്ലെന്നേ ഉള്ളൂ ഇനി ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 10-നകത്ത് 10 ഉണ്ട് ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ചെറുതാവണം അപ്പൊ ഈ ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലോ ഡെസിമൽ പോയിന്റ് അവിടുന്ന് ലെഫ്റ്റിലോട്ട് 1 ജമ്പ് അല്ലെങ്കിൽ 1 ഡിജിറ്റ് ജമ്പ് ചെയ്യും കാരണം ഇവിടെ 10 ഉള്ള നമ്പർ ആയതുകൊണ്ട് ഇത് പുറകോട്ട് 1 ഡിജിറ്റ് മൂവ് ചെയ്യും എന്തിനാ പുറകോട്ട് പോയത് നമ്പർ ചെറുതാവണം അല്ലേ അപ്പൊ ഇത് 23.7 കണ്ടോ 237 ഇപ്പം 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 23.7 ആയി ചെറുതായി അതേസമയം 2.37 ഞാൻ ഇൻറ്റു 10 ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 0 വരുമ്പം ഈ ഡെസിമൽ മുന്നോട്ടാണ് പോവുക ഡെസിമൽ പോയിന്റ് കാരണം നമ്പർ വലുതാവണം മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ അപ്പൊ ഇത് 23.7 എന്നാണ് വരുന്നത് കണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്പർ വലുതാവണം 2.37 എന്നുള്ളത് 23.7 എന്നായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ചെറുതാവുകയും വേണം ഇനി നമുക്ക് 100 കൊണ്ട് ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കാം 45-നെ ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡെസിമൽ ഫോമിലോട്ട് ആൻസർ ആക്കണം എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ 45 എന്ന് പറയുന്ന നമ്പറിൽ ശരിക്കുള്ള ആക്ച്വൽ ഡെസിമൽ പോയിന്റ് ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ എഴുതാത്തതാണ് ഇനി 100 എന്ന് പറയുന്ന നമ്പറിൽ നമുക്ക് 2 സീറോസ് ഉണ്ട് അപ്പം ഈ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ്സ് ജമ്പ് ചെയ്യണം 1 2 കണ്ടോ 2 ഡിജിറ്റ് പുറകോട്ട് ജമ്പ് ചെയ്യണം പുറകോട്ട് പോകുന്നത് നമ്പർ ചെറുതാവുന്നത് കൊണ്ടാണ് അപ്പൊ പുറകോട്ട് ഇവിടെ വന്ന് നിൽക്കും അല്ലെ ഡെസിമൽ പോയിന്റ് അപ്പം ഈ ഡെസിമൽ പോയിന്റ് 0.45 എന്നാണ് നമ്പർ വരുന്നത് നമ്മൾ സാധാരണ ഒരു നമ്പർ പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യത്തില്ല അതിന് പകരം ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും 0.45 എന്നാണ് 45-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇനി നമുക്ക് 11 എന്ന് പറയുന്ന നമ്പറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം 11-നെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ 11 എന്ന് പറയുന്നതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട് 2 ഡിജിറ്റേ ഉള്ളൂ 1000 എന്ന് പറയുന്നതിനകത്ത് നമുക്ക് എത്ര സീറോസ് വന്നിട്ടുണ്ട് 1 2 3 സീറോസ് വന്നിട്ടുണ്ട് അപ്പൊ 11 എന്ന് പറയുന്നതിലെ ഡെസിമൽ പോയിന്റ് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടുന്ന് 3 ജമ്പ് അല്ലെ 3 സീറോസ് ഉള്ളത് കൊണ്ട് 3 ജംപ്സ് 1 2 3 ജംപ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യണം പുറകോട്ട് പക്ഷെ നമ്മുടെ കയ്യിൽ 2 ഡിജിറ്റ് അല്ലേ ഉള്ളൂ അപ്പൊ 3 ചാട്ടം ചാടണമെങ്കിൽ ഞാൻ ഇവിടെ 0 ഇട്ട് കൊടുക്കണം അപ്പൊ ഇവിടെയാണ് പോയിന്റ് വരുന്നത് അപ്പൊ പറയുമ്പോൾ 0.011 പക്ഷെ നമ്മൾ നമ്പർ പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് 0.011 എന്നാണ് ആൻസർ എഴുതുക ഇനി നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം 23-നെ ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ 23-നെ 100 ഡിവൈഡ് ചെയ്യുമ്പോൾ 23 എന്ന് പറയുന്ന ആളുടെ ഡെസിമൽ ഇവിടെ ഇരിപ്പുണ്ട് 100-നകത്ത് 2 സീറോസ് ഉണ്ട് അപ്പൊ പുറകോട്ട് 2 ചാട്ടം ചാടണം ഇവിടെ വന്ന് നിൽക്കണം പോയിന്റ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ 0.23 പക്ഷെ 0.23-ലെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് 0.23 എന്ന് ആൻസർ എഴുതാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മില്ലിമീറ്റർ സെന്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ ഇങ്ങനെയുള്ള യൂണിറ്റ്സിന്റെ കൺവേർഷൻസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പൊ നമ്മുടെ സ്കെയിലില്ലേ സ്കെയിലിനകത്തെ ചെറിയ വരകള് സ്കെയിലിനകത്തെ ചെറിയ വരകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കെയിൽ ഇങ്ങനെ എടുത്തു വെച്ചാൽ നമ്മൾ സാധാരണ 0 1 2 3 അല്ലെ ഇത് സെന്റിമീറ്റർ കണ്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത് പക്ഷെ നമ്മൾ ചെറുതായിട്ട് എടുക്കുന്നെങ്കിലോ കുഞ്ഞു കുഞ്ഞു വരകൾ കണ്ടോ അതുപോലത്തെ 10 കുഞ്ഞു വരകൾ കഴിയുമ്പോഴാണ് 1 സെന്റിമീറ്റർ ആവുന്നത് ഈ കുഞ്ഞു കുഞ്ഞു വരകൾക്ക് പറയുന്നതാണ് മില്ലിമീറ്റർ ഇതാണ് 1 മില്ലിമീറ്റർ കാണാനില്ലല്ലേ കുഞ്ഞതാണ് അത് കഴിഞ്ഞ് 2 മില്ലിമീറ്റർ തന്നെയാണ് 0.2 സെന്റിമീറ്റർ ആവുന്നത് അതാണ് അതിന്റെ കണക്ഷൻ അപ്പൊ 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 സെന്റിമീറ്റർ നമുക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് എഴുതാം 10 മില്ലിമീറ്റർ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് 1 സെന്റിമീറ്റർ ആകുന്നത് അപ്പോ നമ്പർ നോക്കിക്കേ നമ്പർ ഇവിടെ 10 ഉണ്ട് ഇവിടെ 1 ഉണ്ട്
അതായത് മില്ലിമീറ്ററിന്റെ അടുത്ത് നിൽക്കുന്ന നമ്പർ വലുതായിരിക്കും, കാരണം മില്ലിമീറ്റർ ആൾ ചെറിയ ആളാണ്, അയാളുടെ അടുത്ത് വലിയ നമ്പർ കൊണ്ടുവയ്ക്കണം. സെന്റിമീറ്റർ ആണ് മില്ലിമീറ്ററിനെക്കാട്ടിലും വലുത്, പക്ഷെ നമ്പർ ചെറുതായിട്ടിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എന്റെ കയ്യിൽ 27 മില്ലിമീറ്റർ ആണെന്ന് വിചാരിച്ചോ, എനിക്ക് അതിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റണം. അപ്പൊ നോക്കിക്കേ, ഇവിടെ വലിയ നമ്പർ, ഇവിടെ ചെറിയ നമ്പർ, അതായത് സെന്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ നമ്പർ ചെറുതാവണം. അപ്പൊ ഇവിടെ കൺവേർഷൻ ഫാക്ടർ 10 ആണ് അല്ലെ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണോ മൾട്ടിപ്ലൈ ചെയ്യുവാണോ എന്നാണ് കുട്ടികൾക്ക് സംശയം വരാറ്. സെന്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ നമ്പർ ചെറുതാവണം അല്ലെ, മില്ലിമീറ്ററിനെക്കാട്ടിലും ചെറിയ നമ്പർ ഇപ്പുറത്ത് വരണം. അപ്പൊ ഡിവൈഡ് ചെയ്യണം. 27നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, മുമ്പ് നമ്മൾ പഠിച്ച മാതിരി ഒരു 0 ഉണ്ട്. അപ്പൊ ഇവിടെ കിടക്കുന്ന ഡെസിമൽ ഇങ്ങോട്ട് ഒന്ന് ചാടും, അതായത് 2.7 സെന്റിമീറ്റർ എന്ന് വരും. അപ്പം നമ്മൾ മില്ലിമീറ്റർ സെന്റിമീറ്ററിന്റെ കണക്ഷൻ പഠിച്ചു. ഇനിയുള്ളത് മീറ്റർ. മീറ്റർ സെന്റിമീറ്റർ എങ്ങനെയാ കണക്ഷൻ? 100 സെന്റിമീറ്റർ ചേർന്നതാണ് ഒരു മീറ്റർ ആവുന്നത്. കിലോമീറ്റർ മീറ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ ആവുന്നത്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്കിനി ചെയ്യാം. ഇനി കിലോ എന്ന് പറയുന്നത് ശരിക്ക് സെന്റി, കിലോ, മില്ലി എന്നുള്ളതൊക്കെ മാത്സിലും സയൻസിലും ഒരേ മീനിങ് ഉള്ളവരാണ്. ഇപ്പൊ 1000 മീറ്റർ ഒരു കിലോമീറ്റർ എന്ന് പറയുമ്പോ വേറൊരു രീതിയിൽ പറഞ്ഞാൽ 1000 ഗ്രാം ആണ് ഒരു കിലോഗ്രാം. കണ്ടോ, ഗ്രാമും മീറ്ററും മാറിയെന്നേ ഉള്ളൂ, ബാക്കി 1000 എന്ന് പറഞ്ഞാൽ കിലോ എന്നാണ് അർത്ഥം. അങ്ങനെയാണ് അതിന്റെ കെ, 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 1000 അല്ലെ. കെ എന്ന് പറയുന്നത് തന്നെ ശരിക്കും 1000നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ ആണ്. അപ്പൊ 1000 ഗ്രാം, ഇത് മില്ലിഗ്രാമും എല്ലാം ഇതേ കണക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. What is the decimal form of 23 meters 40 centimeters? അപ്പൊ 23 മീറ്റർ ആൻഡ് 40 സെന്റിമീറ്റർ ആണുള്ളത്. ഡെസിമൽ ഫോമിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ ഈ 40 സെന്റിമീറ്ററിലെ 40 സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റാം. ഓക്കെ, കാരണം 23 മീറ്റർ 40 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് ശരിക്കും 23 മീറ്റർ പ്ലസ് 40 സെന്റിമീറ്റർ ആണ് കേട്ടോ. നമ്മൾ അങ്ങനെ പ്ലസ് ഇടണമെന്ന് നിർബന്ധമില്ല. ഇനി സെന്റിമീറ്റർ മീറ്റർ കണക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കണം. 100 സെന്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആവുന്നത് അല്ലെ. 100 ആണ് അപ്പൊ ഇവിടത്തെ കൺവേർഷൻ ഫാക്ടർ. ഇനി മീറ്ററിലോട്ട് മാറ്റുമ്പോൾ നമ്പർ ചെറുതാവണം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഉള്ളത് 40 സെന്റിമീറ്റർ ആണ്, അപ്പൊ 40യെ നമ്മൾ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ആണല്ലോ. 100 എന്ന് പറയുന്നതിനകത്ത് 2 0 ഉണ്ട്, അപ്പൊ ഇവിടെ കിടക്കുന്ന ഡെസിമല് പുറകോട്ട് 2 ചാട്ടം ചാടണം. കണ്ടോ, ഇവിടെ വന്ന് നിൽക്കും ഡെസിമല്. അപ്പൊ 0.40 എന്നാണ് വരിക അല്ലെ. 0.40 എന്ന് നമ്മൾ എഴുതുന്നതിന് പകരം 0.40 ആണ് നോർമലി എഴുതാറ്. അപ്പൊ 0.40 മീറ്റർ ആണ് 40 സെന്റിമീറ്റർ. അപ്പൊ 23 മീറ്റർ 40 സെന്റിമീറ്റർ എന്നുള്ളതിനെ നമുക്ക് ഒന്നിച്ചിട്ട് 23.40 മീറ്റർ എന്ന് എഴുതാൻ പറ്റും. What is the decimal form of 23 and 4/100? അപ്പം 4/100 എങ്ങനെയാ നമ്മൾ ഡെസിമലിലോട്ട് ആക്കുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ 100-നകത്ത് 2 zeros ഉണ്ട്. ഇപ്പൊ 4 എന്ന് പറയുന്ന നമ്പറിലെ ഡെസിമൽ ഇവിടെയാണ് ഇരിക്കുന്നത്. 2 0 ഉള്ളത് കൊണ്ട് ഈ ഡെസിമല് പുറകോട്ട് 2 ചാട്ടം ചാടണം അല്ലെ. 2 ചാട്ടം ചാടാൻ ഇവിടെ ഇപ്പൊ തൽക്കാലം വേറെ നമ്പറോ ഡിജിറ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു 0 ഇട്ട് കൊടുക്കണം. ഇവിടെയാണ് ഡെസിമൽ വന്ന് നിൽക്കുക. അപ്പൊ 0.04 എന്നാണ് വരിക. 0.04. ഓക്കെ, ഡെസിമൽ കഴിഞ്ഞിട്ട് 04. അപ്പൊ ഇത് വരുന്നത് 23.04 എന്നാണ്. 23 and 4/100 എന്നുള്ളത് ശരിക്കും ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. അതിനെ ഡെസിമൽ ആക്കാനും പറ്റും. ഫ്രാക്ഷനും ഡെസിമലും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ശരിക്കും രണ്ടുപേരും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. 4 kilograms and 55 grams as kilograms in decimal form ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 4 kilogram and 55 gram ഉണ്ട്. അതിനെ നമുക്ക് ഒന്നിച്ചിട്ട് ഡെസിമൽ ഫോമിലാക്കിയിട്ട് കിലോഗ്രാം ആക്കി എഴുതണം. അപ്പൊ 4 ഇരിക്കുന്നത് കിലോഗ്രാമിൽ തന്നെയാ, മാറ്റാനൊന്നും പോകണ്ട. നമ്മൾ മാറ്റേണ്ടത് 55 ഗ്രാമിനെയാണ് അല്ലെ. 55 ഗ്രാമിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? കിലോഗ്രാമിലോട്ട് മാറ്റണം. അപ്പൊ ഗ്രാമും കിലോഗ്രാമും ആയിട്ട് എങ്ങനെയാ കണക്ഷൻ എന്ന് ആലോചിക്കണം. 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. കിലോ എന്ന് പറയുന്നത് 1000ന്റെ അർത്ഥമാണ്. 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പൊ നമ്പർ ചെറുതാവണം അല്ലെ. കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ നമ്പർ ചെറുതാവുകയാണ്. ഇവിടെ 1000, ഇപ്പുറത്ത് 1. അപ്പൊ 1000 ആണ് നമ്മുടെ കൺവേർഷൻ ഫാക്ടർ. 55 എന്ന് പറയുന്ന നമ്പർ ആണ് ഇപ്പൊ തന്നിരിക്കുന്നത് അല്ലെ. 55 ഗ്രാം. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 എന്ന് പറയുന്നതിനകത്ത് എത്ര 0 ഉണ്ട്? 1 2 3 zeros ഉണ്ട്.
അപ്പൊ 55 എന്ന് പറയുന്നതിനകത്തെ ഡെസിമൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ഡെസിമൽ എങ്ങോട്ട് പോകണം? ലെഫ്റ്റിലോട്ട്. ഡിവിഷൻ ആയതുകൊണ്ട് പുറകോട്ടാ പോവാ. 1 2 3 zeros ഉള്ളതുകൊണ്ട് പുറകോട്ട്. ഇവിടെ വന്ന് വീഴണം ഡെസിമൽ. അപ്പൊ ഈ പ്ലേസിലോ 0 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇത് 0.055 kg എന്നാണ് വരുന്നത് അല്ലെ. ഡെസിമൽ കഴിഞ്ഞിട്ട് 0.55. അപ്പൊ ഇവിടെയോ 4 കിലോഗ്രാം 4 ആയിട്ട് തന്നെ ഇരിക്കട്ടെ. 0.055 kg ആണ്. അപ്പം 4 കിലോഗ്രാം 55 ഗ്രാം എന്ന് പറയുന്നത് 4.055 kg ആണ്. ഇനി നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. മെഷർമെന്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഫ്രാക്ഷണൽ ഫോം തന്നിട്ടുണ്ട്, ഡെസിമൽ ഫോം തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. 4 മീറ്റർ 30 സെന്റിമീറ്ററിനെ 4 ആൻഡ് 30 സെന്റിമീറ്ററിനെ 30/100 മീറ്റേഴ്സ് ആക്കി. കാരണം സെന്റിമീറ്റർ മീറ്റർ കണക്ഷൻ വരുന്നത് 100 സെന്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ എന്നാണ് അല്ലെ. അതുകൊണ്ടാണ് 100 ആണ് അവിടുത്തെ ഫാക്ടർ. അപ്പം 30 ഡിവൈഡ് ബൈ 100 ചെയ്തു. കാരണം സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ നമ്പർ ചെറുതാവണം, അതുകൊണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഈ ഫ്രാക്ഷണൽ ഫോം ആദ്യം ചെയ്യാം. 4 മീറ്റർ 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 4 ആൻഡ് 3/100 അല്ലെ. ഇവിടെയും സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുവാണ്. 100 ആണ് അവിടുത്തെ കൺവേർഷൻ ഫാക്ടർ. ഇനി 4 മീറ്റേഴ്സ് 3 മില്ലിമീറ്റേഴ്സ് ആണ്. മില്ലി എന്ന് പറയുമ്പോൾ 1000 മില്ലിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ. 1000 മില്ലിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ മീറ്റർ മില്ലിമീറ്റർ കണക്ഷന് 1000 ആണ് അവിടുത്തെ കൺവേർഷൻ ഫാക്ടർ. മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ കണ്ടോ നമ്പർ ചെറുതാവണം അല്ലെ. 1000 ഇവിടെയും 1 ഇവിടെയും നമ്പർ ചെറുതാവുകയാണ് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ. അപ്പൊ 3നെ ഞാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത് 4 ആൻഡ് 3/1000 എന്നാണ് വരുന്നത് ഫ്രാക്ഷണൽ ഫോമില്. അടുത്തത് 3 കിലോഗ്രാം 200 ഗ്രാംസ് എന്നാണ്. ഗ്രാമും കിലോഗ്രാമും ആണ് കണക്ഷൻ. അപ്പൊ ഗ്രാമിനും കിലോഗ്രാമിനും കണക്ഷൻ എങ്ങനെയാ? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം ആവുന്നത് അല്ലെ. 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പോ ഇവിടെയും 1000 കൊണ്ട് 200നെ ഡിവൈഡ് ചെയ്യണം. 3 ആൻഡ് 200/1000 ഇതാണ് ഫ്രാക്ഷണൽ ഫോമിൽ വരുമ്പോ. അടുത്തത് 3 കിലോഗ്രാം 250 ഗ്രാം. ഇപ്പൊ ചെയ്ത പോലെ തന്നെ 1000 ആണ് കൺവേർഷൻ ഫാക്ടർ. അപ്പൊ 3 ആൻഡ് 250/1000 കിലോഗ്രാം ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇവരെ എല്ലാം നമുക്ക് ഡെസിമൽ ഫോമിലോട്ട് മാറ്റാം അല്ലെ. ഓക്കെ, ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെസിമൽ ആക്കാൻ എളുപ്പമുണ്ട്. ഇവിടെ 4.3 കണ്ടോ, ഇവിടെ 30/100 അവർ ചെയ്തിട്ടുള്ളൂ. 30/100 ശരിക്കും പറഞ്ഞാൽ 0.3 എന്ന് വരും. നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഇവിടെ ഇരിക്കുന്ന ഫ്രാക്ഷൻ ചെയ്യാനുള്ളത് 3/100 ആണേ. 3/100 എന്ന് പറയുമ്പോൾ 100-നകത്ത് 2 0 ഉണ്ട്. അപ്പൊ 3 കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന ഡെസിമൽ 2 ചാട്ടം ചാടണം പുറകോട്ട്. ഇവിടെ ഡെസിമൽ പോയിന്റ് വരണമെങ്കിൽ ഇവിടെ 0 ഇട്ട് കൊടുക്കണം അല്ലെ. വെറുതെ കിടക്കുന്ന സ്പേസിൽ 0 ഇട്ട് കൊടുക്കണം. അപ്പൊ വരാൻ പോകുന്നത് ഇവിടെ 4 ഉണ്ട്, ഹോൾ നമ്പർ പാർട്ട് 4 പോയിന്റ് കഴിഞ്ഞാൽ 0 3 കൊടുക്കണം. 0 3. ഇനി ഇവിടെയോ 4 ലൈക്ക് ഹോൾ നമ്പർ പാർട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി 3/1000 എത്രയാ വരാൻ നോക്കണം. അപ്പൊ 3/1000 എന്ന് പറയുമ്പോൾ 3 zeros, അതായത് 3 ഡെസിമൽ പ്ലേസ് വേണം. ഡെസിമൽ കഴിഞ്ഞിട്ട് 1 2 3 പ്ലേസസ് വേണം. ഈ അറ്റത്തൊരു 3 മാത്രമല്ലേ ഉള്ളൂ അല്ലെ. 3യുടെ ഡെസിമൽ ഇവിടെ ആയിരുന്നേ. 1 2 3 പുറകോട്ട് 3 ചാട്ടം. ഈ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അപ്പൊ 0.003 ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഇങ്ങനെ വരും 4.003 മീറ്റേഴ്സ്. അടുത്തത് 200/1000 ആണ്. അത് നമ്മൾ പണ്ട് വേറൊരു ക്ലാസ്സുകളിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 200/1000 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മുകളിലും താഴെ 2 0 ഇരിപ്പില്ലേ, കട്ട് ചെയ്യാം. അപ്പൊ ഇതെന്തായി? 2/10 ആയി. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ 10ൽ എത്ര സീറോസ് ഇരിപ്പുണ്ട്? 10ൽ 1 0. 2ന്റെ ഡെസിമൽ ഇവിടെ ഇരിപ്പുണ്ട്. 1 0 ഉള്ളത് കൊണ്ട് പുറകോട്ട് ഒരു ചാട്ടം. ഇവിടെ വന്ന് വീഴണം ഡെസിമൽ അല്ലെ. 0.2 എന്നാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ 3.2 എന്നാണ് ആൻസർ വരിക. 3.2 കിലോഗ്രാം. കാരണം ഇത് 200/1000 എന്ന് പറയുന്നത് 0.2 ആണ് ഡെസിമൽ ആക്കുമ്പോൾ. ഇനി ഇവിടെ വന്നിരിക്കുന്നത് 3 and 250/1000. അപ്പൊ 250/1000 നമുക്ക് നോക്കാം. 250/1000 ആണ് വന്നിരിക്കുന്നത്. ഇതിൽ രണ്ടിലും നമുക്ക് ഓരോ സീറോസ് ഇല്ലേ, കട്ട് ചെയ്യാലോ. അപ്പൊ ഇത് 25/100 എന്നായി. 25 എന്ന് പറയുന്നതിലെ ഡെസിമൽ പോയിന്റ് ഇവിടെ ഇരിപ്പുണ്ട്. 100-നകത്ത് 2 0. അപ്പൊ 2 ചാട്ടം പുറകോട്ട് ഇവിടെ വന്ന് വീഴണം അല്ലെ. 0.25. അപ്പൊ ഇവിടെ വരുന്നത് 3.25 കിലോഗ്രാം എന്നാണ്. അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്.
അപ്പൊ 3 കിലോഗ്രാം 25 ഗ്രാം. കിലോ ആൻഡ് ഗ്രാം. കിലോഗ്രാമും ഗ്രാമും തമ്മിൽ എന്താ കണക്ഷൻ? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അതായത് 1000 കൊണ്ട് ഞാൻ 25നെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 3 and 25 by 1000 എന്ന് വരും അല്ലേ? അടുത്തത് 30 കിലോഗ്രാം 250 ഗ്രാം എന്ന് പറയുമ്പോൾ 30 ഹോൾ നമ്പർ ആയിട്ട് വരും, മുഴുവനായിട്ട് വരും. ആൻഡ് 250 by 1000. ഇതേപോലെ തന്നെ ഗ്രാമും കിലോഗ്രാമും ആയതുകൊണ്ട്. അടുത്തത് ലിറ്ററും മില്ലി ലിറ്ററും ആണ്. അവിടെ കണക്ഷൻ വരുന്നത് 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ 1000 തന്നെയാണ് കൺവേർഷൻ ഫാക്ടർ. 10 അവിടെ ഇരിപ്പുണ്ട് ഹോൾ നമ്പർ ആയിട്ട്. 10 and 750 by 1000 എന്നാണ് വരുന്നത്. അടുത്തത് 10 ലിറ്റർ 75 മില്ലി ലിറ്റർ. അപ്പൊ 10 and 75 by 1000 അല്ലെ? മില്ലി ലിറ്ററിനെ ലിറ്ററിലോട്ട് മാറ്റാൻ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി വന്നിരിക്കുന്നത് 10 ലിറ്റേഴ്സ് ആൻഡ് 705 മില്ലി ലിറ്റേഴ്സ്. അപ്പൊ 705 ഡിവൈഡ് ബൈ 1000 ഇങ്ങനെയാണ് വരുന്നത്. ഇനിയുള്ളത് 100 ലിറ്റർ. 100 ഹോൾ നമ്പർ ആയിട്ട് ഇരിപ്പുണ്ട്. 750 മില്ലി ലിറ്റർ. അപ്പൊ 750 by 1000 ചെയ്യുമ്പോൾ ലിറ്ററിലോട്ട് മാറിക്കോളും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവരെല്ലാം ഡെസിമൽ ഫോമിലോട്ട് മാറ്റണം അല്ലെ? ഓക്കെ. അപ്പൊ ആദ്യം വന്നിരിക്കുന്നത് 25 by 1000 എന്നാണ്. 1000-നകത്ത് 3 0 ഉണ്ട്. 25ന്റെ ഇവിടെ ഇരിക്കുന്ന ഡെസിമൽ പോയിന്റ് 1 2 3. അപ്പൊ ഇവിടെ നമ്മൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് 0 ഇട്ട് കൊടുക്കണം. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് 025 എന്ന് വരണം. അപ്പൊ ഇവിടെ 3.025 എന്നാണ് വരുന്നത്. ഇനി അടുത്തതിൽ 250 by 1000 ആണ്. 250 by 1000. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ രണ്ടുപേരുടെയും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഓരോ 0 അറ്റത്തിരിപ്പുണ്ട്. 10 കൊണ്ടുള്ള ഡിവിഷൻ ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. 0 കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ആർ ഡിവൈഡിങ് ബൈ 10 ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇപ്പൊ ഇവിടെ 25 by 100 ആയിട്ടുണ്ട്. അപ്പൊ 25ലെ ഡെസിമൽ പോയിന്റ്, ഇവിടെ ഇരിക്കുന്ന ഡെസിമൽ പോയിന്റ് 2 ചാട്ടം ചാടണം അല്ലെ? ബിക്കോസ് ഡിനോമിനേറ്ററിൽ 2 zeros ഉണ്ട്. പുറകോട്ട് 2 ചാട്ടം ഇവിടെ വന്ന് നിൽക്കും അല്ലെ? 0.25 എന്നാണ് വരിക. അപ്പൊ ഇവിടെ 30.25 എന്ന് വരും. അടുത്തത് 750 by 1000 ആണ്. അപ്പൊ 750 by 1000. ഇതിനകത്തും കണ്ടോ 2 0 രണ്ടുപേരുടെ അറ്റത്തിരിപ്പുണ്ടല്ലോ, ഓരോ സീറോസ്. അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ബിക്കോസ് ഡിവൈഡിങ് ബൈ 10 ആണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ 75 by 100 എന്നായി കേട്ടോ. ഇനി 75 എന്ന് പറയുന്ന നമ്പറിലെ പോയിന്റ് ഇവിടെ ഇരിപ്പുണ്ട്. 100 എന്ന് പറയുമ്പോഴോ അതിനകത്ത് 2 0 ഉണ്ട്. ഇപ്പൊ 2 ചാട്ടം പുറകോട്ട് ഇങ്ങനെ വരും അല്ലേ? ഇപ്പൊ 0.75 എന്നാണ് വരേണ്ടത് അല്ലേ? ഇത് 10.75 ലിറ്റേഴ്സ്. അടുത്തത് 75 by 1000 ആണ്. നമുക്ക് ചെയ്യാം. 75 അല്ലെ? ഇത് ഈ ക്വസ്റ്റ്യൻ ആണ്. അവിടെ 75 by 1000. അപ്പൊ 1000-നകത്ത് 3 0 ഉണ്ട്. അപ്പൊ 75ന്റെ ഈ ഡെസിമല് പുറകോട്ട് 1 2 3 3 ചാട്ടം ഇവിടെയാണ് 0 ഇട്ട് കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ പോയിന്റ് വരും. 0.075 ആണ് കൂടെ വരേണ്ടത്. അപ്പം 10.075 എന്ന് വന്നു. അടുത്തത് 705. 705 ഡിവൈഡ് ബൈ 1000. ഇപ്പോഴും 1000-നകത്ത് 3 0 ഉണ്ട്. 705 എന്ന് പറയുന്ന നമ്പർ വെറുതെയുള്ള നമ്പറിന്റെ പോലെ ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്. ഇത് പുറകോട്ട് 1 2 3 ജംസ്. അപ്പം ഇവിടെ ആണ് പോയിന്റ് വരിക. 0.705 എന്ന് വരും. അപ്പൊ ഇവിടെ 10.705. അടുത്തത് ലാസ്റ്റ് വന്നിരിക്കുന്നത് 750 by 1000 ആണ്. 750 by 1000. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 0 അല്ലെ? രണ്ടുപേരുടെ അറ്റത്ത് ഓരോ 0 ഉണ്ട്. അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 75 by 100 എന്ന് ആയിട്ടുണ്ട്. ഇനിയോ 2 0 ഉണ്ട് ഡിനോമിനേറ്ററിൽ. അപ്പൊ ഇവിടെ കിടക്കുന്ന ഡെസിമൽ പുറകോട്ട് 1 2 പുറകോട്ട് പോകണം. ഇവിടെ വന്ന് കിടക്കണം അല്ലേ? 0.75 എന്ന് വരണം. അപ്പൊ 100.75 ലിറ്റേഴ്സ് എന്ന് കിട്ടും. കുട്ടികൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.